അധികാരികളെ എവിടെ പോയി അധികാരികളെല്ലാം എവിടെ പോയി? തളിപ്പറമ്പ് കുപ്പത്ത് വീണ്ടും ദേശീയപാതയിൽ മണ്ണിടിച്ചൽ. ഇന്നലെ 2 തവണയാണ് മണ്ണിടിഞ്ഞത്. വാഹനങ്ങൾ കടന്നു പോകുന്നതിന്റെ ഇടയിൽ മണ്ണിടിയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. സ്ഥലത്ത് പ്രതിഷേധവുമായി ആളുകളെത്തി. ഇന്നലെ മുതൽ മണ്ണിടിഞ്ഞു തുടങ്ങിയതാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾ എങ്ങനെ ഇതിന്റെ താഴത്ത് കിടന്നുറങ്ങി? ഇന്ന് ഞങ്ങൾക്ക് എത്ര മണി ഇന്ന് ഉറങ്ങൽ എങ്ങനെയാണ്? അപ്പൊ ഇതിലിപ്പോ നമ്മള് സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ ഇടപെടാൻ ഞങ്ങളെ സംരക്ഷണം തരേണ്ടത് നിങ്ങളാണ്. ഏതോ ഒരു കോൺട്രാക്ട് കമ്പനിയല്ല ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ടത്. ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ടത്. ഇതില് ഈ കോൺട്രാക്ടർ അല്ല വരുന്നത്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വരുന്നത്. അതിന്റെ ഡെപ്യൂട്ടി മാനേജറും അതിന്റെ എക്സ്പേർട്ട് കമ്മിറ്റിയാണ് വരുന്നത്. അവർ വന്നിട്ട് ഇതിന്റെ സൊല്യൂഷൻ പറയും. എന്നിട്ട് നമുക്ക് ഇത് തീർക്കാം. അപ്പൊ ഇതിനിപ്പം ഈ ഇഷ്യൂ ഇതിനെ വലിയൊരു ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ട്. അവർ കുറച്ച് സമയം കൂടുതലെടുത്ത് പോയതാണ്, അല്ലെങ്കിൽ അവിടെ സ്വന്തമായി എത്തുമായിരുന്നു. സാധാരണ കോൺട്രാക്ട് വന്നവരുടെ കാര്യമില്ല. അവിടെ നിങ്ങൾ 5:30 വരെ വെയിറ്റ് ചെയ്യും. 5:30 അവരെന്തായാലും എത്തും. 5:30 മണിക്കൂർ സാർ അറിയാതെ കേസാണ്. കഴിഞ്ഞ വർഷം ഇതേമാതിരി ഉണ്ടായിട്ട് രാത്രിയിൽ മണ്ണിടിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച സ്ഥലത്താണ് വീണ്ടും മണ്ണിടിഞ്ഞത്. സുരക്ഷ ഒരുക്കുന്നത് വരെ സ്ഥലത്ത് പ്രതിഷേധം തുടരുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേശീയപാത അതോറിറ്റിയുടെ അധികൃതരാരും സ്ഥലത്തെത്തിയിട്ടില്ല. മണ്ണിടിയതിനെ തുടർന്ന് നാട്ടുകാർ കനത്ത ആശങ്കയിലാണ്. മണ്ണിടിഞ്ഞ ഭാഗത്ത് ഗതാഗതം നിരോധിച്ചതല്ലാതെ മറ്റു നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പോലീസ് എത്തിയാണ് മണ്ണിടിഞ്ഞ ഭാഗത്തെ ഗതാഗതം ക്രമീകരിച്ചത്. ടെക്നിക്കൽ സ്റ്റാഫ് കുറവാണ്. കൺസൾട്ടേഷൻ ഉറപ്പ് നൽകാൻ പറ്റില്ല. അങ്ങനെ പരിഹാരങ്ങൾ നമ്മുടെ NHA റിപ്പോർട്ട് കൊടുത്ത് അത് അപ്രൂവ് ചെയ്ത് വന്നാൽ മാത്രമേ പരിഹാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് NHAയുടെ എക്സ്പെർട്ട് ടീം തന്നെ അവരോട് പിലാത്തറ എത്താറായി വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് സാങ്കേതികമായി പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഇടിഞ്ഞു വീഴുന്നതിനെ എങ്ങനെ താങ്ങി നിർത്താമെന്നും പിന്നെ ഈ വെള്ളം ഒഴുക്കിനെ എങ്ങനെ തടസ്സപ്പെടുത്താമെന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഞാൻ വന്ന് 1 മണിക്കൂർ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായി ഇന്നലെ റിപ്പോർട്ട് 1.5 മണിക്കൂർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ 2 സ്ഥലങ്ങളും ഞാൻ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തതാണ്. അവർ വന്ന് അവരുടെ സാങ്കേതികമായി പരിശോധന നടത്തിയിട്ട് അവരെ ഇത് പറയും. സമഗ്ര ന്യൂസ് കണ്ണൂർ.